ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് VS Code ഇൻസ്റ്റലേഷൻ നോക്കാം. VS Code ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഏതൊരു ബ്രൗസറിലേക്ക് പോവുക. ബ്രൗസറിൽ ചെന്നിട്ട് ജസ്റ്റ് VS Code എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതിയാവും. VS Code എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെബ്സൈറ്റ് വരും. ഓപ്പൺ സോഴ്സ് ആണ്. സോ ജസ്റ്റ് ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആൾറെഡി മൾട്ടിപ്പിൾ OSന് അവൈലബിൾ ആയിരിക്കും. സോ ഇപ്പം ഞാൻ യൂസ് ചെയ്ത വിൻഡോസ് ആയിട്ട് വിൻഡോസ് ജസ്റ്റ് പ്രൊസീഡ് ചെയ്യും. വാട്ട് എവർ യുവർ OS ഏതാണോ അത് അതിൻ്റെ ആർക്കിടെക്ചർ വെച്ച് ആപ്പ് വെർഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ ഡൗൺലോഡ് ഇനിഷ്യേറ്റ് ആയിക്കോളും. ഓട്ടോമാറ്റിക്കലി ഇനിഷ്യേറ്റ് ആവും. 110 MB എത്രയാണ് സൈസ് വരുന്നത്. സോ എന്നിട്ട് ഇൻസ്റ്റാൾ ആവും. വൺസ് ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് വന്നിട്ട് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ഈ വന്നിട്ട് സെറ്റ് ഫയലിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എഗ്രിമെന്റ് ചോദിക്കും. അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലിക്ക് നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കും ഡിഫോൾട്ട് ലൊക്കേഷൻ ആയിരിക്കും. ഡിഫോൾട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അത് കൊടുത്തു. ഷോർട്ട് കട്ട് അവിടെ ക്രിയേറ്റ് ആവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെ വരുമ്പോൾ ആഡ് ടു പാത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ വേണമെങ്കിൽ ജസ്റ്റ് കൊടുക്കുക. ഞാനിവിടെ ചൂസ് ചെയ്യുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓപ്പൺ വിത്ത് കോഡ് ആക്ഷൻ അത് കൊടുത്തു. ഓപ്പൺ വിത്ത് കോഡ് ആക്ഷൻ വിത്ത് വിൻഡോസ് എക്സ്പ്ലോറർ ഡയറക്ടറി അതും കൊടുത്തു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാത്തേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ആഡ് ടു പാത്ത് ഉണ്ടാവും, അതും കൊടുത്തിരിക്കുക മറക്കാതെ. സോ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലിക്ക് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ അഡീഷണൽ ടാസ്ക് നമ്മളിപ്പോൾ ഇതുവരെ ചൂസ് ചെയ്ത ലൊക്കേഷൻ എല്ലാം ബ്രീഫ് ചെയ്യും. ബ്രീഫ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് മെനു ഫോൾഡർ എന്ന് പറഞ്ഞാൽ അതിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. വിഷ്വൽ കോഡ് എന്ന് പറയും. ജസ്റ്റ് അഡീഷണൽ ടാസ്ക് നമ്മൾ ഇത് 4 ചൂസ് ചെയ്തേക്കുന്നത്. ചൂസ് ചെയ്ത് ജസ്റ്റ് വെരിഫൈ ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് പ്ലേസ് വെയിറ്റ് ഓപ്ഷൻ വരും. വൺസ് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സ്റ്റെപ്സിലേക്ക് പ്രൊസീഡ് ചെയ്യാം. അധികം നേരം എടുക്കില്ല. ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ നോക്കാം എത്ര നേരം ആകും. ലോഞ്ച് ഉണ്ട്. ഞാൻ ലോഞ്ച് കൂടെ കൊടുക്കുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് മെനുവിൽ നിന്ന് നമുക്ക് എടുക്കാം. ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. വൺസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് മെനുവിലേക്ക് പോവുക. മോസ്റ്റ്ലി അവൈലബിൾ ആയിരിക്കും. VS Code ആൾറെഡി വന്നു കഴിഞ്ഞു. റീസെന്റ് ആഡ് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സിംഗിൾ ക്ലിക്ക് മതിയായിരുന്നു. ജസ്റ്റ് ഫുൾ സ്ക്രീൻ വെച്ചിട്ട് ഓക്കെ, ജസ്റ്റ് ഇതായിരിക്കും അതിൻ്റെ ഇന്റർഫേസ്. ആൾറെഡി ഫെമിലിയർ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി പ്രൊഫഷണൽ മെനുവിൽ യൂസ് ചെയ്യുന്ന ഐഡിയ ആണ്. സോ ജസ്റ്റ് നോക്കുക. അവിടെ നമുക്ക് ഫയൽ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിന്ന് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൾറെഡി എക്സിസ്റ്റിംഗ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് നമുക്കിവിടെ ഓപ്പൺ ഫോൾഡർ ആണ് കൊടുക്കുക. ജസ്റ്റ് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്താൽ വെച്ചാൽ കൊടുക്കുക. നോട്ട്ബുക്ക് കൊടുത്തേക്കാം. നോട്ട്ബുക്ക് കൊടുത്താൽ അതിന് സെപ്പറേറ്റ് ഇൻസ്റ്റാളേഷൻ വേണ്ടി വരും. സോ ഇവിടെ കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കിവിടെ എന്താ വെച്ചാൽ പ്രിന്റ് ജസ്റ്റ് പൈതൺ കോഡ് ജസ്റ്റ് പൈതൺ കോഡ് സിമ്പിൾ റൺ ചെയ്ത് നോക്കാം. പക്ഷേ റൺ ആവണമെങ്കിൽ അതിന് ജൂപ്പിറ്റർ നോട്ട്ബുക്കിന് ഡിപ്പെൻഡൻസി ഉണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് ആസ് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ മേ ബി കേണൽ ഇവിടെ മിസ്സിംഗ് ആണ്, അതാണ് പ്രശ്നം. സോ കേണൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. കേണൽ ഇൻസ്റ്റാളേഷനും ബാക്കി കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിലേക്ക് നോക്കാം. സോ ആസ് ഇതാണ് ഇൻസ്റ്റാളേഷൻ. ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ടെർമിനലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം. സോ ഇതാണ് മെയിൻലി VS Code ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ബാക്കി കോൺഫിഗറേഷനും നമ്മൾ ആൾറെഡി ഒരു അക്കൗണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ബാക്കിയുള്ള കോൺഫിഗറേഷൻ കാര്യമൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഇസ് ദ തിങ്. ഇൻട്രസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. ആൾറെഡി ഇപ്പം നിങ്ങൾക്ക് ഫോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എക്സിസ്റ്റിംഗ് ഫോൾഡർ ഒക്കെ ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റും. ഞാൻ ആൾറെഡി ഇവിടെ ഡൗൺലോഡ്സിൽ വെച്ചിട്ടുണ്ട്. somewhere is there VS Code അത് അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് പൈത്തൺ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് നോക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് ബാക്കി കോൺഫിഗറേഷൻ കാര്യം ടെർമിനൽ സ്കോണിൻ്റെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം നോക്കാം. സോ ദിസ് ഈസ് വാട്ട് അബൌട്ട് ഇൻസ്റ്റാളേഷൻ ഈസ്. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്.